ഗൈസ്, ഞാൻ ഇന്ന് ക്ലാൻഡറിൽ കളിക്കാൻ പോവുകയാണ്. എൻ്റെ 6 അക്കൗണ്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് അറ്റാക്ക് ചെയ്യാം. ടോപ്പ് ബേസ് എല്ലാം ടോപ്പിലത്തെ 1, 2, 3, 4, 5, 6 ഈ 6 ബേസസിനാണ് ഞാൻ അറ്റാക്ക് ചെയ്യാൻ പോകണം. ഓക്കെ, സ്റ്റാർട്ട്. നേരെ ഡയറക്റ്റ് പ്ലേ ആണ്, എനിക്കറിഞ്ഞൂടാ, നോക്കാം. ഓക്കെ, അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഗുഡ്. ഇവിടെ ഒരു ഹോളുണ്ട്, അവിടെ നമുക്ക് അതെ ആ ഹോൾ. ഓക്കെ ഗൈസ്, അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അറ്റാക്ക് സ്റ്റാർട്ട്. ലൈവ് അറ്റാക്കാണ്. നമുക്ക് നോക്കാം ഇത് ഇട്ടു ഇല്ലയോ. ഓക്കെ, ടൗൺ ഹാൾ അറ്റാക്ക് ചെയ്യണം. ഓക്കെ, ഗുഡ്. കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈസി ലെമൺ ഈസി. ഓക്കെ ഓക്കെ, നമ്മുടെ ഹീറോസ് വരുന്നു. ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് അറ്റാക്ക്. ബാക്കി ട്രൂപ്സൊക്കെ ഇവിടെ ഈ സൈഡ് ഒക്കെയാണ്. ഓക്കെ, ഇവിടെ വാൾക്കറിയില്ല നടക്കുക. വേണ്ട, ആർച്ചേഴ്സൊക്കെ നമുക്ക് ഇറക്കാം. പറഞ്ഞൂടാ ഇത് എത്ര സ്റ്റാർ കിട്ടും. പക്ഷേ ഈസിയാണ്. ഓക്കെ, റോയൽ ചാമ്പ്യനെ കിട്ടുവാണ്. നോക്കട്ടെ. ഓ ഷിറ്റ്. ഓ ഓക്കെ, ഏതമ്മ അല്ല അത് വെച്ചിരുന്നോ ഞാൻ എടുക്കാം. ആ യെസ്. ഓക്കെ ഗൈസ്, ബേസിക്കലി അതോടെ ഫസ്റ്റ് അറ്റാക്ക് 3 സ്റ്റാർ. വെപ്പിക്കുന്നില്ല, പെട്ടെന്ന് അടുത്ത അറ്റാക്കിലോട്ട് പോകുന്നു. ഓക്കെ, ഇത് റെക്കോർഡ് ചെയ്യണമുണ്ടല്ലോ അല്ലേ. യെസ്. ഓക്കെ, അല്ല ഇത്രയും കളിച്ച് വെച്ചിട്ടും നെക്സ്റ്റ് ലൈവ് അറ്റാക്ക് ഓൺ പ്രോഗ്രസ്. ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലേ, വീട്ടിലാണ് ഗൈസ്, അതുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ, ബാക്കിയുള്ള എൻ്റെ എല്ലാം റഷ് അക്കൗണ്ടാണ്. അപ്പോൾ അതിൽ 3 സ്റ്റാർ കിട്ടണമെങ്കിൽ അത് കുറച്ച് പാടാണ്. നോക്കട്ടെ ഗൈസ്. ഓക്കെ, പൊട്ട ഹീറോസൊക്കെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നേരെ അറ്റാക്കിലോട്ടാണ് പോണേ. നമ്മൾ ഗെയിം അവിടെ വെച്ച് കാണുന്നു, അടിക്കുന്നു. 3 സ്റ്റാർ കിട്ടിയാൽ ഹാപ്പി, അല്ലെങ്കിൽ പൊട്ടി. ഓക്കെ, താങ്ക്സ്. നമുക്ക് ഈഗിൾ ആർട്ടറിയുടെ സൈഡിൽ നിന്ന് തുടങ്ങാം. പക്ഷേ എൻ്റെ ക്യാമറ ഉള്ളതുകൊണ്ട് അത് വഴി തുടങ്ങാൻ കുറച്ച് ടാസ്ക്കാണ്. എന്നാലും നമ്മൾ തുടങ്ങിയാലല്ലേ പറ്റൂ. ഇവിടെ ഒന്നിടാ. ഈ വാട്സപ്പിനൊക്കെ ഇപ്പോൾ മാത്രമേ വരുള്ളൂ. പക്ഷേ അതിനോട് ബാക്കി ഹീറോസ് ഇറക്കുന്നു. ഒരു റേജ് അവിടെ, ഒരു റേജ് ഇവിടെ. ബാറ്റിൽ ബ്ലിം. ഇവിടെ ഒരു ഫ്രീസ്, അവിടെ ഒരു ഫ്രീസ്. ഓ, അതവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് വാഴകൾ. എടിയാ. യെസ്, ഇവിടെ ഒരു ഫ്രീസ്. ആസ് പ്ലാൻ ഇറ്റ് ഈസ് ഗോയിങ് ത്രൂ പെർഫെക്റ്റ്. അല്ല, പെർഫെക്റ്റ് അല്ല. ഇത് 3 സ്റ്റാർ കിട്ടുമോ എന്നൊരു വളരെ സംശയമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. യെസ്. കുറച്ച് ടാസ്ക്കാണ്. ഇത് 3 സ്റ്റാർ കിട്ടില്ല. സോറി ഗൈസ്, ഇത് നമ്മൾ ഫ്ലോപ്പായിരിക്കുന്നു. അത് ഞാൻ ബേസിക്കലി എൻ്റെ ക്യാമറ ഇവിടെ ഉള്ളതുകൊണ്ടാണ് കുറച്ച് ടാസ്ക്കായി പോയത്. അയ്യേ, പൊട്ടക്കളി. സിമ്പിളായിട്ട് 3 സ്റ്റാർ കിട്ടുമായിരുന്നു. പൊട്ടക്കളി കൊണ്ടുള്ള അയ്യേ, ബാക്ക് കളി. സോറി, അത് റെക്കോർഡ് പോയി. കുഴപ്പമില്ല, നമുക്ക് അടുത്ത കളിയിൽ പിടിക്കാം. അയ്യേ, ഇതാ 1 സ്റ്റാർ കടിച്ചത്. ഓക്കെ, അതെൻ്റെ ഒരു ഫ്രണ്ടാണ്. 53 1 സ്റ്റാർ. പക്ഷേ കുഴപ്പമില്ല. അടുത്ത 3ാമത്തെ അക്കൗണ്ടിൽ പോകുന്നു. അടുത്ത കളി ഫുൾ 3 സ്റ്റാർ. അത്രേ ഉള്ളൂ, വേറെ സംസാരമില്ല. എൻ്റെ ക്യാമറ കുറച്ചും കൂടെ വലുതാക്കണം. ഓക്കെ, ക്യാമറ വലുതാക്കിയ കൊണ്ട് എനിക്ക് ബേസിക്കലി അത്രയ്ക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഇനി 5നെ കയറി അടിക്കാൻ പോവുകയാണ്. സിമ്പിളായിരിക്കും. റഷ് ബേസാണ്. നമുക്ക് നോക്കാം. പൊട്ട ട്രൂപ്സാണ്. സോ ബേസിക്കലി ഹീറോസ് മാക്സ് ആക്കണം, എന്നാലേ കിട്ടിയാലേ കളിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ പെട്ടെന്ന് നോക്കുന്നു. അറ്റാക്കിലോട്ട് നേരെ പോകുന്നു. അറ്റാക്കിങ്. യെസ്. ഒരു അലപ്പുറം എവിടെയും കൂടെ അത് സംഭവം തീരും. ഒരു ലാഗിങ് ഉണ്ട് ഫോണിന്, എന്തുകൊണ്ടാണെന്ന് ഒരു ഐഡിയ ഇല്ല. അല്ല മെസ്സേജ് വല്ലതാണോ പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞൂടാ. ആസ് പ്ലാൻ ഇറ്റ് ഈസ് ഗോയിങ് ത്രൂ. അകത്തിൽ നിന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. സിമ്പിളാണ്. പ്ലാൻ ആസ് ഗോയിങ് ത്രൂ കറക്റ്റ്.
ഗ്രൂപ്പ്സ് കറക്റ്റായി പോകുന്നു. ഓക്കെ, പൊട്ട ബേസിന് പിന്നെ 3 സ്റ്റാർ അടിച്ചില്ലെങ്കിൽ പോയി ചത്താണ്. സിമ്പിൾ. അയ്യേ, ഇതൊക്കെ സിമ്പിളാണ് ഗൈസ്. സിമ്പിൾ. കുറച്ച് ടാസ്ക് ബേസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ അടിച്ച് കാണിക്കായിരുന്നു. സിമ്പിൾ ബേസസ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് സംസാരിക്കുകയാണ്, വല്ല എന്തെങ്കിലും കേൾക്കാവോ എന്ന് ദൈവത്തിനറിയാം. ഓക്കെ, ഇത്രയും സൂം ചെയ്യാൻ പറ്റുന്നുള്ളൂ. യെസ്, ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പോലെ 3 സ്റ്റാർ, അവിടെ 3 സ്റ്റാർ കിട്ടി. സമയം തീർക്കുന്നില്ല, നേരെ അടുത്ത ബേസിലോട്ട് പോകുന്നു. 4. എനിക്ക് മൊത്തം 6 അക്കൗണ്ട് ഉണ്ട്. അതിൽ 5 അക്കൗണ്ടും റഷാണ്. വേറെ കളിക്കാനും ഡൊണേഷനും വേണ്ടി മാത്രം. എനിക്ക് സ്വന്തമായിട്ടൊരു ക്ലാൻ ഉണ്ട് ബേസിക്കലി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം കളിക്കാൻ വേണ്ടിയാണ്. ട്രഷറി കുഴപ്പമില്ല. അരാക്ക് കെവിൻ 4-6നെയാണ് അടിക്കാൻ പോകുന്നത്. 6 ഇത്രയും ബേസ് ഇങ്ങനെ ഇരിക്കണേ. എന്തായാലും എടുത്ത സ്ഥിതിക്ക് അടിക്കാം നമുക്ക്. ബേസിക്കലി കുഴപ്പമില്ല. ഈ ക്യാമറ ഉള്ളതുകൊണ്ട് എനിക്ക് ആ പകുതി ബേസും കാണാൻ പറ്റില്ല. അതാണ് വേറൊരു പ്രശ്നം. എന്നും പറഞ്ഞ് ഞാൻ ക്യാമറ വെച്ചില്ലെങ്കിൽ ക്യാമറ ചെറുതായിട്ടൊന്ന് കുറയ്ക്കാം. ഓക്കെ ഗൈസ്, പെർഫെക്റ്റ്. സംഭവം ബേസ് പൊട്ട ബേസാണ്. പക്ഷേ പൊട്ട ബേസ് ആണെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം. യെസ്, ഇവിടെ ഒരു റേജ്. ഞാൻ എയർ ഡിഫൻസ് പൊട്ടിക്കാനാണ് ഞാൻ അങ്ങനെ ഇട്ടത്. ഇവിടെ ഒരെണ്ണം, അവിടെ ഒരു റേജ്. യെസ്, അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ 2 എയർ ഡിഫൻസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ എന്താ സ്റ്റക്ക്. ഓക്കെ, നേരെ ചെന്ന് എനിക്ക് എൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഈഗിൾ ആർട്ടറിയുടെ അവിടെ എത്തുമ്പോൾ കാര്യങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുക. യെസ്, പെർഫെക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ബാക്കി ട്രൂപ്സ് ഇറക്കുന്നു. ലൂംസ് ഇങ്ങനെ ഇറക്കുന്നു. ഹീറോസ്, കിങ്, ക്വീന്. അവിടെ ഒരു റേജ് ഇട്ട് കൊടുക്കാം, ഒരു ഫ്രീസ് ഇട്ട് കൊടുക്കാം. ഐ ഗസ് ഹീറോസിൻ്റെ എബിലിറ്റി ഒരു ലൂൺ ഇവിടെ. അവിടെ ഭയങ്കര അറ്റാക്ക് ഡാമേജ് ഒക്കെ വരുന്നുണ്ട്. ഒരു ലാവ ഹൗണ്ട്. കുഴപ്പമില്ല. ബേസിക്കലി നമുക്ക് നോക്കാം. ഇത് ടോട്ടലി ഒരു വെറൈറ്റി അറ്റാക്കിലാണ് ഞാൻ ചെയ്തത്. 3 സ്റ്റാർ കിട്ടോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടറിയാൻ പോവുകയാണ് ഗൈസ്. ഇനി എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല ഇറക്കാൻ. ഞാൻ ഇനി നോക്കിക്കൊണ്ട് മാത്രമാണ് ഇരിക്കണം. എബിലിറ്റീസ് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾ യെസ്, എനിക്ക് തോന്നുന്നത് ഇത് 1 ഇലക്ട്രോ ഉള്ളൂ അല്ലേ? യെസ്, ഓഫ് കോഴ്സ് ദിസ് ഇസ് 3 സ്റ്റാർ മാൻ. ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ അറ്റാക്ക് ഫ്ലോപ്പായി, അല്ല രണ്ടാമത്തെ അറ്റാക്ക് ഫ്ലോപ്പായി. അതോടെ വാശി കയറിയുള്ള ഒരു പോരാട്ടത്തിൽ കൂടിയാണ് ഞാൻ കളിക്കുന്നത്. ബേസിക്കലി ഞാൻ ഒരു കാര്യം പറയാം, റെക്കോർഡ് ചെയ്യുമ്പോൾ മാത്രമാണ് എൻ്റെ ഫോണിൽ പല മെസ്സേജും പറഞ്ഞത്. ഇത് കണ്ട തുടങ്ങി മെസ്സേജ് നോട്ടിഫിക്കേഷൻ. അതാണ് ഫോൺ സ്റ്റക്ക് ആവുന്നു, ലാഗ് ആവുന്നു. എന്ത് പറയാൻ. ഓക്കെ, ആ അറ്റാക്ക് തീർന്നു. ഇനി അടുത്ത അറ്റാക്കിലോട്ട് നമ്മൾ പോകുന്നു. കമോൺ. യെസ്, അത് പിന്നീട്. ഇനി അടുത്ത 5 ആണ്. കെവിൻ 5. ആ അക്കൗണ്ട് കണ്ടാൽ നിങ്ങൾ കരഞ്ഞു പോകും. എന്തെന്ന് പറഞ്ഞാൽ അമ്മാതിരി റഷാണത്. കണ്ടോ, മര്യാദയ്ക്കൊന്ന് സൂം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫുൾ റഷ് ബേസസ് ആണ്. ഓക്കെ, എന്നാലും നമ്മൾ വാർ അറ്റാക്ക് ചെയ്യുന്നു. എൻ്റെ ക്യാമറ എന്നെ കാണാൻ പറ്റില്ലല്ലേ? യെസ്, ഇപ്പോൾ ഓക്കെ അല്ലേ? ഇനി നമ്മൾ നേരെ അടിക്കാൻ പോണ 7നെയാണ്. അയ്യേ, റഷ് ബേസാണ് പക്ഷേ ബേസിക്കലി. പക്ഷെ എന്നാലും കുറച്ച് ടാസ്ക്കാണ്. ഇനിയും ക്യാമറ സൈഡ് ചെയ്യാൻ അടിക്കേണ്ടത്. വേണ്ട, ഒരു വെറൈറ്റിക്ക് വേറെ സൈഡിൽ കൂടെ അടിക്കാം. ഇതിൽ ട്രൂപ്സ് ഒന്നും മാക്സ് അല്ല. നമുക്ക് എന്തായാലും നോക്കാം. ശുഭാപ്തി വിശ്വാസം അതല്ലേ എല്ലാം. വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ടോ? യെസ്. 12 മിനിറ്റ് ആയിക്കോ. ഷിറ്റ്. ഇറക്കുന്നു. ഒരു തന്നെ വേണമെങ്കിൽ ഇവിടെ ഇറക്കാം. ഒന്ന്. പിന്നെ ലൂംസ്, ഹീറോസ് പയ്യെ ഓരോന്നായിട്ട് ഇറക്കുന്നു. പിന്നെ വേണ്ടടുത്ത് നമ്മൾ റേജ് ഇടുന്നു, ഒരു ഫ്രീസ് ഇടുന്നു. ബേസിക്കലി റഷാണ്, പക്ക റഷ്. അമ്മാതിരി റഷ് ജീവിതത്തിൽ കണ്ടിട്ടില്ലായിരിക്കും നിങ്ങൾ. എൻ്റെ റഷ് ബേസിനെയും കാട്ടി റഷാണല്ലോ. ദാരിദ്ര്യം. അതവിടെ അറ്റാക്ക് ചെയ്യട്ടെ. നമ്മൾ ടൗൺ ഹാളിൻ്റെ സൈഡിൽ ഒരു ഇറക്കുന്നു. അവിടെ ഒരു റേജ് ഇട്ട് കൊടുത്താൽ അത് ഓക്കെ. ഇനി ഇവിടെ ഒരു റേജ്, ഹീറോസിൻ്റെ വാർഡിൻ്റെ എബിലിറ്റി, ടൗൺ ഹാൾ പൊട്ടി. അവിടെ ഒരു ഫ്രീസ്, കിങ്ങിൻ്റെ എബിലിറ്റി പൊട്ടിച്ചു, മതിൽ പൊട്ടിച്ച് കയറുന്നു. ഒരു ഇൻഫർണോ ഉണ്ട്, കുഴപ്പമില്ല, പറ്റും. അവിടെ ഒരു റേജ്. ഓക്കെ, ഇനി നമ്മൾ ബേസ് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഗൈസ്, ഇവിടെത്തി 3 സ്റ്റാർ ഇപ്പോൾ കിട്ടും. പക്ഷേ ഭയങ്കര സ്റ്റക്ക്. കമോൺ. യെസ്. മതി പെട്ടെന്ന് ഇരിക്കുമോ? എന്ത് ലാഗാ ഇത്. ഭയങ്കര മണിക്കൂറോളമുള്ള ഒരു വീഡിയോ ആവുമോ എന്തോ അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. മണിക്കൂറൊക്കെ ആണെങ്കിൽ ആരെങ്കിലും കുത്തിയിരുന്ന് നോക്കൂ. എന്നാലും നോക്കാം. ഓക്കെ ഗൈസ്, ഇതും ഒരു പെർഫെക്റ്റ് 3 സ്റ്റാർ. അതിനനുസരിച്ച് റഷ്യ ബേസ് ആയതുകൊണ്ടാണ് 3 സ്റ്റാർ കിട്ടിയത്. കുഴപ്പമില്ല. ഓക്കെ, നേരെ അടുത്ത ബേസിലോട്ട് പോകുന്നു. 6th ആൻഡ് ലാസ്റ്റ് അറ്റാക്കെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ആഗ്രഹം നടക്കണമില്ലോ എന്ന് നമുക്ക് കണ്ടറിയാം. സിമ്പിൾ. ഓക്കെ ഗൈസ്, അടുത്ത അറ്റാക്കിലോട്ട് പോകാൻ പോകുന്നു. പക്ഷേ അത് 8ാമത്തെയാണ്. ദൈവമേ. നൈസ്. പക്ഷേ സിംഗിൾ ഇൻഫർമോ അല്ലേ? ഒന്നും ചിരിക്കുന്നില്ല. നേരെ അറ്റാക്കിലോട്ട് ഞാൻ ഒരു പ്രസ് ചെയ്യുന്നു. നേരെ അറ്റാക്ക് പോകുന്നു. വെറുതെ സമയമാക്കി ഡിലേ ആക്കണമല്ല.
ഇത് കുറച്ച് ടാസ്ക് ആണെങ്കിലും ടാസ്ക് കുഴപ്പമില്ല. അടിക്കാം. അവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇപ്പുറത്തൊന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, അവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇപ്പുറത്തൊന്ന്. വെള്ളം കിടക്കട്ടെ. കുറച്ച് ലൂൺസ്, ഗ്രാൻഡ് വാർഡൻ, മിനിയം പ്രിൻസ്, കിങ്, ക്യൂവിന്, ഇവിടെ ഒരു റേജ്, അവിടെ ഒരു റേജ്, ഇവിടെ ഒരു ഫ്രീസ്, ഇപ്പുറത്തൊരു ഫ്രീസ്. പിന്നെ നമ്മുടെ പയ്യനെ ഇറക്കാം, ബാറ്റിൽ ബിൻ. ഇവിടെ ഒരു റേജ്, അവിടെ ഒരു എബിലിറ്റി എത്തിയോ? യെസ്. ഇവിടെ ഒരു റേജ്. ഓ ഷിറ്റ്, അയ്യോ. ബാറ്റിൽ ബ്ലിം ഞാൻ ഉദ്ദേശിക്കുന്നത് മുമ്പേ പൊട്ടിക്കളഞ്ഞു. കുഴപ്പമില്ല, എന്നാലും നമ്മുടെ പയ്യൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബാക്കിയുള്ള ട്രൂപ്സിനെ ഇറക്കുന്നു. ഇവിടെ ഒരു ബേബി ഡ്രാഗൺ. ഓക്കെ ഗൈസ്, ഇതും ഒരു പെർഫെക്റ്റ് 3 സ്റ്റാർ. സിമ്പിൾ സംഭവം. ഫോണിന് കുറച്ച് സ്റ്റക്കുണ്ട്, നിങ്ങളൊന്ന് ക്ഷമിക്കുക. കാണുന്നവർ ഒന്ന് ക്ഷമിക്കുക. എത്ര പേര് കാണുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു വ്യൂസ് എങ്കിൽ ഒരു വ്യൂസ്. ഇനി PC ഗെയിംസ് ഒക്കെ ഇടണമെന്നാണ് എനിക്ക് ആഗ്രഹം. നോക്കാം. ഓക്കെ ഗൈസ്, അതൊരു പെർഫെക്റ്റ് 3 സ്റ്റാർ. സോ ബേസിക്കലി എൻ്റെ ഒരു അറ്റാക്ക് മാത്രമാണ് ഫ്ലോപ്പായി പോയത്. ഒരു 2 സ്റ്റാർ ആയിപ്പോയി അത്. പക്ഷേ ബാക്കിയെല്ലാം ഞാൻ അടിച്ചു ഇതാക്കി. പക്ഷേ ഇത് 1 സ്റ്റാർ അടിച്ചത്. ദാരിദ്ര്യം. അത് ഏത് ബേസാണെന്ന് നമുക്ക് നോക്കാം. അവൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്. കുഴപ്പമില്ല. ടാസ്ക് ബേസിനെയാണ് അവൻ അടിച്ച് 1 സ്റ്റാറെങ്കിലും കിട്ടിയത്. കൊള്ളാം. എന്നാലും ഓക്കെ ഗൈസ്, ഇതോടെ എൻ്റെ അറ്റാക്ക് തീർന്നിരിക്കുന്നു. അടുത്ത മെസ്സേജ് വന്നു, മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ ഗൈസ്, ഇതോടെ എൻ്റെ അറ്റാക്ക് തീർന്നിരിക്കുന്നു. നേരെ എൻ്റെ മെയിൻ ബേസിലോട്ട് പോയി നമ്മൾ ഇവിടെ പറയുകയാണ്. ഇനിയും ഇതുപോലെ കുറേ വീഡിയോസ് ഇടണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തൊക്കെ ചെയ്യണം അതെല്ലാം ചെയ്യുക. റിപ്പോർട്ട് ചെയ്യാതിരിക്കുക. താങ്ക് യു ഗൈസ്. ബൈ, ടേക്ക് കെയർ. ഓക്കെ. ഓഫ്.